എല്ലാവർക്കും ഒരു ഹായ്. അപ്പോൾ ഇന്നാണ് പോകുന്നത് ബാറ്റിൽ ത്രൂ ദ ഹെവൻ എന്ന ആനിമി സീരീസിന്റെ എപ്പിസോഡ് 93 ബാക്ക്ഗ്രൗണ്ടിന്റെ മഴയുണ്ട്. അന്ന് എന്റെ നോയ്സ് ആയിട്ടുണ്ടെങ്കിൽ ക്ഷമിച്ചേക്കെ. ഓക്കെ, അപ്പോൾ എപ്പിസോഡിന്റെ ആദ്യം തന്നെ ഷിയുവിൻ ഹോങ് ഫാമിലിയിലെ വന്നവരെ എല്ലാവരും കൊന്നിട്ടു. അതുകൊണ്ട് നിൽക്കുന്ന ഹോങ്ങില് നിന്നെ ഉറപ്പായി ഞാൻ കൊല്ലും, അത് തന്നെയല്ലേ മുൻപേ പറഞ്ഞേ എന്ന പോലെ ഷിയുവിൻ. പപ്പറ്റാണെങ്കിൽ ചെന്യൂനെ അടിച്ച് പരിവാക്കി. അപ്പോഴാണ് പറയുന്നത് ഹോങ് ടിയാനെ വിളിക്കുക. അയാളുടെ പേര് ഹോ തിയൻ ഷാവോ, ഹോങ് തിയാൻ എന്നാണ് പേര്. അത് ഹോങ് ഫാമിലിയിലെ ആൻസസ്റ്ററാണ്. അതിനായിട്ടൊരു സിഗ്നൽ കൊടുക്കുന്നത്. ഹാങ് ജിയബോൾ ഹോത്തിയൽ ഷാവോ ഒരു ഡൗസോങ്ങാണ്. അതുപോലെ പപ്പറ്റുണ്ടെങ്കിൽ പോലെ ഷിയുവിനെ മാനേജ് ചെയ്യാൻ കഴിയില്ല. അത് കേട്ട് ഹാൻഷി ഓടിപ്പോകാനായിട്ട് പറയുമ്പോൾ നിനക്ക് പറ്റില്ല എന്ന് ഹോങ്ലി. എന്നാൽ ഇത് പിടി എന്ന് പറഞ്ഞ ഒറ്റ അടി. അപ്പോഴേക്കും ആ ആള് അവിടെ എത്തിയിരുന്നു. ആദ്യം വന്നത് ഔറയാണ്, പിന്നെ അയാൾ അവിടെ എത്തി. ഹോത്തിയാൻ ഷാവോ എന്നാണ് അയാളുടെ പേര്. ഹോങ് തിയാൻ എന്ന് പറയാം. ഹോങ്ലിനെ പിടിച്ചു വെച്ചേക്കുന്നത് എന്നെ രക്ഷിക്കുക എന്ന് പറയുമ്പോൾ അവനെ വിട്, ഇല്ലെന്ന് ഡെഡ്. അടിവാങ്ങുന്ന ചെന്യൂനും എന്താ കാണിക്കുന്നത്, അവനെ കൊല്ലില്ലെങ്കിൽ ഞാൻ ഡെഡാകും. അതിനായിട്ട് കാത്തിരിക്കുകയാണോ ഷിയുവിനെ? അപ്പോൾ ഞാൻ ഇവിടെ വിടാം, ഇയാളെ വിടാം എന്ന ഈ പ്രശ്നത്തിന് കാരണം ഹോങ് ഫാമിലിയാണ്, അവരുടെ തെറ്റാണ് എന്ന് പറയുന്നു. ഈ സമയത്തെല്ലാം ചെന്യൂൻ പെട്ടെന്ന് കൊല്ലുന്നൊക്കെ പറയുന്നുണ്ട്. നീ പറഞ്ഞത് എന്താണോ, ഞാൻ പറഞ്ഞത് നീ കേട്ടില്ല എന്ന് പറഞ്ഞ് അറ്റാക്ക് ചെയ്യാൻ എന്നാണ് റെഡിയാക്കുമ്പോൾ ഷിയുവിൻ ചിരിച്ചിട്ട് ഹോങ്ലിയെ ദൂരേക്ക് വലിച്ചെറിയും. അയാളുടെ ഉള്ളിൽ ഞാൻ ഒരു കാര്യം ചെയ്തിട്ടുണ്ട്, അത് പോയിട്ട് മാറ്റില്ലെങ്കിൽ ഹോങ്ലി ഡെഡാകും. ഹോങ് ഫാമിലിയിലെ ലീഡറാണ് പോകുന്നത് എന്ന് പറയുമ്പോൾ വേറെ വഴിയില്ല, ഹോത്തിയാൻ പോയി ആ ട്രാഷിനെ രക്ഷിക്കാനായിട്ട് പോയി. ഹോങ് ഫാമിലിനെ വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ ദേഷ്യമാണ് ചെന്യൂന്. എങ്കിലും പപ്പറ്റ് വന്ന് അടി കൊടുക്കുന്നുണ്ട്. അതിൽ തെറിച്ച് പോകുമ്പോഴാണ് ഷിയുവിൻ സീവാൻഷ്യൻ സ്കില്ല് അത് യൂസ് ചെയ്ത് വരുന്നത്. അതിന്റെ പവറിൽ വന്ന ഒറ്റയടി അത് എതിർക്കാനായിട്ട് നോക്കി ആ ടൈം നോക്കി പപ്പറ്റ് ചാടി വന്ന ഒറ്റയടി അടിച്ചിട്ട് ഡൗസോങ് ആയാലും എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടു. ഇതെല്ലാം കണ്ട് അതിശയിച്ച് നിൽക്കുവാണ് ഹാൻ ഫാമിലി. ഹോങ് തിയാൻ പറ്റിച്ചതാണ് എന്ന് മനസ്സിലായിട്ട് ദേഷ്യം ഷിയുവിനെ കൊല്ലും എന്ന് പറഞ്ഞ്. എന്നാൽ ചെന്യൂനാകട്ടെ വിൻഡ് തണ്ടർ പൗലിനെയാണ് എതിർത്തി എന്ന് പറയുമ്പോഴാണ് ആ സ്റ്റോറേജ് റിങ് കാണുന്നില്ല എന്നത് മനസ്സിലായത്. അത് ഷിയുവിനെ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് എടുത്തിരുന്നു. അതും കൂടി ആയപ്പോൾ ഉള്ള കലിപ്പായിട്ട് പിറകെ പോയി. ഹാങ് ജിയബോൾ ഷിയുവിൻ കാണിച്ചത് കണ്ട് അതിശയിച്ച് നിൽക്കുവാണ്. രണ്ട് ഡൗസോങ്ങിൽ നിന്ന് ഒരു കുഴപ്പമില്ലാതെ രക്ഷപ്പെട്ടു. അവർ രണ്ടുപേരെ പറ്റിച്ചു. അവന് നല്ല ടാലന്റ് ഉണ്ട്. അത് കഴിഞ്ഞ് ഹോങ് ഫാമിലിയിൽ വന്നിട്ട് ചെന്യൂനെ ഹീൽ ചെയ്യിപ്പിക്കാൻ നോക്കണം, കാരണം നല്ല അടി വാങ്ങിയിട്ടുണ്ട്. രണ്ടുപേർക്ക് ഷിയുവിനെ കൊല്ലാനുള്ള ദേഷ്യമാണ്. ഹോത്തിയാനാണെങ്കിൽ പോലും അവരുടെ ഫാമിലി ഉള്ളവരെയാണ് കൊന്നത്. അയാളുടെ മോനെ ഈ അവസ്ഥയിലേക്ക് സ്വന്തം എല്ലാ ഹോങ്ലിയെ ഹോങ് ചെൻ ആകണം. ഷിയുവിനെ പിടിക്കാനായിട്ട് വിൻഡ് തണ്ടർ പൗലിയിലെ നോർത്ത് ഭാഗത്തുള്ളവരെ ഇൻഫോം ചെയ്തിട്ടുണ്ട്. അവർ നോക്കും, ഇനി എന്തൊക്കെ സ്കില്ലുണ്ടെങ്കിലും അവർ രക്ഷപ്പെടില്ല. അവളാണ് ചെന്യൂൻ ഇഞ്ചറി പിന്നും പറ്റുന്നത്. കാര്യം ചോദിക്കുമ്പോൾ അയാളുടെ സ്റ്റോറേജ് റിങ്ങില് ആ സോൾ മാർക്ക് അത് ഷിയുവിൻ ഇല്ലാതാക്കി. അവനെ കൊല്ലും എന്ന് പിന്നെ പറയുമ്പോൾ ഹോങ് ടിയാനാണെങ്കിൽ ഷിയുവിൻ ഒരു ഡൗബാങ്ങാണ്, ഒരു ഡൗസോങ്ങിന്റെ സോൾ മാർക്ക് ഇല്ലാതാക്കൂ എന്ന് പറഞ്ഞ് ചിന്തിക്കുവാണ്. ചെന്യൂനപ്പോൾ എങ്കിലും ആ റിങ്ങില് ഞാൻ ബ്ലഡ് ലൈറ്റിന് സീൽ ടെക്നിക്ക് ചെയ്തിട്ടുണ്ട്. സംഭവം ട്രേസിങ് തന്നെയാണ്. എന്നെ അവ എവിടെ പോയാലും അവനെ കണ്ടുപിടിക്കാൻ കഴിയും. ഇതുപോലെ ഒന്ന് യൂൻഷാൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് മറ്റൊന്ന്. ഈ സമയത്ത് ഷിയുവിൻ ആ റിങ്ങിന്റെ സോൾ മാർക്ക് അത് ഇല്ലാതാക്കുന്നതാണ്. ഹൈ ടെമ്പറേച്ചർ ഫ്ലെയിം വെച്ച് ആ സോൾ മാർക്ക് ഇല്ലാതാക്കി ആ റിങ്ങും ബ്രേക്കാക്കി. അതിനുള്ളിൽ കുറച്ച് സാധനങ്ങളുണ്ട്. അതിലവൻ ആ സ്ക്രോള് അതെടുത്തു. അതൊരു ഡൗസോങ് ലെവലിന് മാത്രമേ ബ്രേക്ക് ചെയ്യാൻ കഴിയൂ. പപ്പറ്റിനോട് പറയുന്നു അത് ഓപ്പൺ ചെയ്തത് തെറിപ്പിച്ചു കളഞ്ഞു. അതിനുള്ളിൽ നിന്ന് പവർഫുള്ളായ ലൈറ്റനിങ് വന്ന് അടിച്ച് എടുത്തുവാണ്. പപ്പറ്റിന് നന്നായിട്ട് കൊള്ളുന്നുണ്ട്, എങ്കിലും ആ ലൈറ്റനിങ് അബ്സോർബ് ചെയ്തു. ഷിയുവിൻ ആ ടൈം നോക്കി തന്നെ ഷീൽഡ് വെച്ച് തടഞ്ഞു. അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. എന്നാൽ ഇതെല്ലാം കഴിഞ്ഞിട്ട് പപ്പറ്റ് ഒരു കുഴപ്പമില്ലാതെ വന്ന ഒരു നിൽപ്പുണ്ട്. അതാണ് ഷിയുവിൻ. പിന്നെ അത് നോക്കുന്നു, അപ്പോഴുണ്ട് 3000 ലൈറ്റനിങ് ഇല്യൂഷണറി ബോഡി എന്നൊരു ഡൗക്കി ടെക്നിക്കാണ്. ഇതെന്താണെന്ന് ഒരു പ്രൊജക്ഷൻ വഴി പറയുന്നു. ഇത് പഠിച്ചെടുത്ത മെയിൻ ബോഡിയിലെ അതേ സ്ട്രെങ്ത് വെച്ച് ക്ലോണായിട്ട് ഉപയോഗിക്കാൻ കഴിയും. ഓർക്കണം, മുൻപ് ഒരു ഷിയുവിൻ ഷാഡ മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. എന്നാൽ ഇതിൽ ഷിയുവിനെ ക്ലോൺ ചെയ്ത് അതും അതേ സ്ട്രെങ്തിൽ ഉപയോഗിക്കാൻ കഴിയും. അതുപോലെ അതിനെ ഡിസ്ട്രോയ് ആക്കാൻ കഴിയില്ല എന്നതാണ്. മെയിൻ ബോഡി ഡെഡ് ആകുകയുമില്ല. മനസ്സിലാകാത്തവർക്ക് ഈ സ്കിൻ യൂസ് ചെയ്ത രണ്ട് ബോഡി ആയിട്ട് ക്ലോൺ ആകുമെന്ന് വിചാരിച്ചോ. എന്നാൽ അതിൽ ഒറിജിനൽ എന്നത് ഇല്ല. രണ്ടും ഷിയുവിൻ തന്നെയാണ്. സെയിം സ്ട്രെങ്ത് എല്ലാം സെയിം തന്നെയാണ്. അതുപോലെ തന്നെ അതിന് ഡിസ്ട്രോയ് ആക്കാൻ കഴിയില്ല. ലാസ്റ്റ് ലോങ് ഷിയുവിൻ്റെ ഒറിജിനൽ ബോഡി ഉണ്ടാവുകയും ചെയ്യും. ഈ ഡൗക്കി ടെക്നിക്ക് ടോപ്പ് ഹൈ ലെവൽ ഹെവൻ ആകെ 4 ലെവൽ ഡൗക്കി ടെക്നിക്കാണ് ഉള്ളത്. യെല്ലോ, ബ്ലാക്ക്, എർത്ത്, ഹെവൻ. അതിലെ ടോപ്പ് ലെവൽ ഹെവൻ ലെവൽ ടെക്നിക്കാണ്. അതെന്നത് മോസ്റ്റ് പവർഫുൾ ആണെന്ന് മനസ്സിലാക്കാൻ. ഇതൊരു എത്രമാത്രം റെയറായ ഒരു ടെക്നിക്കാണ് എന്നത് ഓർക്കണം. ഈ ഡൗക്കി ടെക്നിക്ക് ഇത് വിൻഡ് തണ്ടർ പൗലിയിലെ കുറച്ച് പേർക്ക് മാത്രമാണ് പഠിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നതാണ്. അതിൽ മാസ്റ്റർ ആകണം. ഏതിൽ? 3000 ലൈറ്റനിങ്ങിൽ. എങ്കിൽ മാത്രമേ ഇത് കഴിയൂ. അങ്ങനെയൊക്കെ ഒരു ഡവ് വെനറേറ്റ് ലെവലുള്ളവർ പഠിച്ചാൽ 2 ഡവ് വെനറേറ്റ് ആയിട്ട് ഫൈറ്റ് ചെയ്യാൻ കഴിയും. ഇതുകൊണ്ടാകണം ചെന്യൂൻ 3000 ലൈറ്റിനെ കണ്ടപ്പോൾ തന്നെ ഇത്രയും കൊണ്ട് എത്തിച്ചത് എന്നത് മനസ്സിലായി. ഇത് എത്രമാത്രമാണ് എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞത് നോക്കുന്നു. അതിനുള്ളിൽ അവനെത്തി. അവിടെ എന്തൊക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കി തൊടുമ്പോൾ പെട്ടെന്ന് ഒരുപാട് സിമ്പിൾസ് പൊങ്ങി വരുന്നു. ഇതെല്ലാം
ഒന്നിനൊന്ന് കണക്റ്റാണ് എന്നത് അവന് മനസ്സിലായി. അതവൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ ഇല്യൂഷറി ബോഡി ടെക്നിക്ക് എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നും എവിടെയും കാണിക്കുന്നില്ല. അപ്പോൾ ഇതൊരു പാർട്ട് മാത്രമാണോ, മറ്റൊന്നിനി വിൻഡ് തണ്ടർ പൗലിയുടെയും സീക്രട്ട് ട്രഷറായിട്ട് ഇപ്പോഴും വേറെ ഉണ്ടോ എന്നത് ആലോചിക്കുന്നത്. അപ്പോഴോട് അവിടെ മുഴുവൻ ഷേക്കാകാൻ തുടങ്ങി. പുറത്താണെന്ന് മനസ്സിലായി. അത് ശരിയായിരുന്നു. ചെന്നിൻ പറഞ്ഞ പോലെ സിയോനെ ട്രാക്ക് ചെയ്ത് അവരവിടെ എത്തിയിരുന്നു. പിന്നെ ഒരുപാട് ഹോങ് ഫാമിലിയുള്ളവരെ കൊണ്ടുവന്നിട്ടുണ്ട്. അവരവിടെ എത്തി അവനെ അന്വേഷിക്കാനായിട്ട് തുടങ്ങി. ഇനി ഇവിടെ നിന്ന് എളുപ്പത്തിന് പോകില്ല. സിയോനത് മനസ്സിലായിരുന്നു. 2 ടൗസോങ്ങിനെ പപ്പറ്റുണ്ടെങ്കിൽ എതിർക്കാൻ പാടാണ് എന്ന് പറയുമ്പോഴാണ് ടൈൻഹു 2 ടൗസോങ്ങിനെ നിനക്ക് പറ്റില്ലേ? അങ്ങനെ അവരുടെ മുന്നിൽ നിങ്ങളുടെ ഒരു വിരലിൻ്റെ അത്ര പോലുള്ള എന്നെ പിടിക്കുക ഇത്രയും വരൂ എന്ന് പറഞ്ഞിട്ട് വന്നു നിൽക്കുന്നു. എന്നെ അത്രയ്ക്കും ദേഷ്യമാണ് എന്നൊരു കോമഡി ഇട്ട് ഡയലോഗ്. ചെയ്യുവേനെ കണ്ടപാടെ നിന്നെ ഞാൻ കൊല്ലും എന്ന് ചെന്നിൽ പറയുമ്പോൾ ഹോണ്ടിയനാണെങ്കിൽ സോഡ് ഇറക്കി. അതുകൊണ്ടിട്ട് ശരിയെന്ന് പറഞ്ഞിട്ട് പപ്പറ്റിനെ ഇറക്കി. ആ പപ്പറ്റായിട്ട് ശരിയാകില്ല എന്നറിയാവുന്നത് കൊണ്ട് തന്നെ നൈസായിട്ട് ഹോങ്തിയനോട് പപ്പറ്റിനൊക്കെ ഞാൻ സിയോനെ നോക്കാം എന്ന് പറഞ്ഞു വിട്ടു. ശരിയെന്ന് പറഞ്ഞിട്ട് പോയി സിയോനെ അറ്റാക്ക് ചെയ്യാൻ പറയുന്നു. അങ്ങനെ ഹോത്തിയനെ അടിക്കാനായിട്ട് പപ്പറ്റ് തുടങ്ങി. മുൻപ് ചെന്നൂന് എങ്ങനെയാണ് അതേപോലെ അടിയൊക്കെ വാങ്ങുന്നുണ്ട്. 2-3 ആയപ്പോഴാണ് ചെന്നു കൊടുത്ത പണിയാണെന്ന് മനസ്സിലായത്. അങ്ങനെ അവനെയും ചീത്ത പറഞ്ഞിട്ട് ഫൈറ്റ് തുടങ്ങുന്നു. പപ്പറ്റിനെ ഒരു സോഡ് വെച്ച് അറ്റാക്ക് ചെയ്ത് എന്നാൽ സ്ക്രാച്ച് പോലും ഉണ്ടാക്കാൻ പറ്റിയില്ല. ഈ സമയത്ത് ചെന്നൂന് അടിക്കാനായിട്ട് വരുന്നു. അല്ലോ പറയുന്നു. എല്ലാവരും വരുമ്പോൾ അപ്പോഴാണ് ടൈൻഹു സിയോനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് തുടങ്ങി. അവൻ്റെ ബോഡിയിലെ മാറ്റങ്ങൾ വരാനായിട്ട് തുടങ്ങി. സംഭവം ടൈൻഹുവിൻ്റെ സ്പിരിച്വൽ പവർ ഷിയുവിന് കൊടുക്കുന്നതാണ്. അത് മാസ്റ്റർ യുൻഷാനെ അറ്റാക്ക് ചെയ്യാനായിട്ട് ഷിയുവിന് സ്പിരിച്വൽ പവർ കൊടുത്ത അതേപോലെ എന്ന് ഇവിടെ ഒരു വ്യത്യാസം വന്നത് ഡൗ വെനറേറ്റാണ്. ആ പവറിൽ എല്ലാവരും പറന്നുപോയി. ആ പവർ കൊണ്ട് ഇതൊരു ഡൗ സോങ് ലെവൽ 8 കാണും എന്ന് പറയാണ്. അവിടെയുള്ള ആർക്കും തന്നെ ലെവൽ 8 ഇല്ല, പപ്പറ്റിന് വരും. അതുപോലെ തന്നെ ആ പവർ കൊണ്ട് ഹോങ്തിയനും ഷോക്കായി പോയി. ഈ സമയത്ത് ഹാൻഷോയും യൂൺ അവരുടെ ഗ്രാൻഡ് പേനോടാകണം ഹെൽപ്പ് ചെയ്യാനെന്ന് പറഞ്ഞ് കൊണ്ടുവരികയാണ്. ഹാൻ ഫാമിലി റിലേറ്റഡ് ആയിട്ട് ഹെൽപ്പ് ചെയ്യാൻ കഴിയില്ല. ഫാമിലി പ്രോബ്ലം വലുതാകും. അതുകൊണ്ട് തന്നെ ഹിഡനായിട്ട് ഹെൽപ്പ് ചെയ്യാനാണ് പ്ലാൻ. അങ്ങനെ നിലയ്ക്കാണ് ആ പവർ അവിടെ വരുന്നത്. ഏകദേശം അടുത്തെത്തി എന്നത് മനസ്സിലായി. ചെന്നുവിനാകട്ടെ ഇത് സീക്രട്ട് ടെക്നിക് ആണെങ്കിലും ഇത്രയും പവർഫുൾ ആയ പവർ കാണില്ല, ഇത് ഫേക്കാണോ എന്ന് വിചാരിച്ച് അതിനായിട്ട് വരുന്നത്. എന്നാൽ സിയോൻ ടൈൻഹുവിൻ്റെ പവറിലാണ് നിൽക്കുന്നത് എന്നത് അറിയില്ലല്ലോ. പെട്ടെന്ന് ചുറ്റുമായിട്ട് ഫയർ ബാൾസ് അത് അറ്റാക്ക് ചെയ്യാനായിട്ട് തുടങ്ങി. ചെന്നുവിനെ കറക്റ്റ് എത്തിയപ്പോൾ സ്പോട്ടിലെത്തി അപ്പോൾ തന്നെ പൊട്ടിച്ചു. ഒറിജിനലാണ് എന്നത് മനസ്സിലാക്കി പരിക്കേറ്റ് തെറിച്ച് പോകുമ്പോഴാണ് സിയോൻ പിന്നെ ഒരുപാട് ഫയർ ബാൾസ് വിടുന്നത്. സാധാരണ പോലെയല്ല, ഒരു ഡൗസോങ് 8 സ്റ്റാർ അതിൻ്റെ അറ്റാക്കാണ് ചെയ്യുന്നത്. 4 സ്റ്റാറുള്ള ചെന്നുവിനായിട്ട് അതുകൊണ്ട് തന്നെ പിടിച്ചെടുക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായത് ഓടിപ്പോകാനായിട്ട് വേറെ വഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ ചെയ്യുന്നു. എന്നാൽ എത്രയൊക്കെ പോയിട്ട് കുറേയൊക്കെ വാങ്ങുന്നുണ്ട്. ഈ സമയത്ത് ഹോങ്തിയനെ അടിച്ച് പഞ്ചറാക്കുന്നുണ്ട്. അതവിടെ നടക്കുമ്പോൾ ചെന്നുവിന് ഇത് ഒരു സീക്രട്ട് ടെക്നിക്കാണ്, എനിക്ക് അധികം നേരം കാണില്ല, ടൈം ലിമിറ്റ് ഉണ്ടാകും, അതുവരെ വെയിറ്റ് ചെയ്യും എന്ന് കരുതി അവിടുത്തെ രക്ഷപ്പെടാനായിട്ട് നോക്കുന്നു. സ്വന്തം എൽഡർ തന്നെ അവിടെ നിന്ന് പോകുന്നതുകൊണ്ട് അവിടെ ഉള്ളവർക്ക് ടെൻഷനായി. ഒരു ഡൗസോങ് ഓടിപ്പോയാണല്ലോ. ഹോങ്തിയനെ കണ്ട് അപ്പോഴേക്കും കിട്ടി ഒരു അടിപൊളി അറ്റാക്ക്. അത് നേരെ വരുന്നു എന്നൊരു ട്രിക്ക് ഉപയോഗിച്ച് അവിടെ നിന്ന് ഓടിക്കൂടാ എന്ന് പറഞ്ഞിട്ട് അവരും പോകുന്നു. ചെന്നുവിന് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയോ എന്ന് നോക്കിയാൽ ഇത് അധികം നേരം ടൈമില്ല എന്ന് സിയോനും അറിയാം. അവിടെ ചെന്നുവിനെ ഒരു ബാരിയർ പോലെ വെച്ച് തടഞ്ഞു. അതിൽ തെറിച്ച് വരുമ്പോൾ സിയോൻ ഒരു പഞ്ച് കൊണ്ട് വരുന്നു. തടുക്കാനായിട്ട് നോക്കി എല്ലാ സോഡും ലൈറ്റനിങ് സോഡ് തെറിപ്പിച്ച് വന്ന് ഒറ്റയാട്ടി. അതിൽ തന്നെ ബോധ സ്പോട്ടിൽ 1 സെക്കൻഡ് പോയി വന്ന് അടുത്ത അടി അടിക്കാൻ വരുമ്പോൾ നീ പറഞ്ഞതെല്ലാം സമ്മതിക്കുക, എന്നെ വെറുതെ വിട് എന്ന് പറഞ്ഞൊരു ട്രിക്ക് ഉപയോഗിക്കാൻ നോക്കി. അവൻ്റെ അടുത്ത് നിന്ന് വന്നിട്ട് അത് പൊട്ടിത്തെറിച്ചു. അങ്ങനെ രക്ഷപ്പെട്ടു എന്ന് കരുതി നിൽക്കുമ്പോഴാണ് സിയോനൊരു ഡൗസോങ് ആണ്. അത് ചെന്നിനേക്കാൾ സ്പീഡിന് മാറാൻ കഴിയുന്നത് ഓർത്തില്ല. നേരെ കാലുമടക്കി ഒറ്റ അടി. ദൂരെ നിന്ന് കണ്ട ഡിസിപ്ലിൻസ് ആണെങ്കിൽ നമുക്ക് ഹെൽപ്പ് ചെയ്യണ്ടേ എന്ന് ചോദിക്കുന്നു. പപ്പറ്റ് വന്ന് ഓരോരുത്തരെ കൊല്ലാനായിട്ട് തുടങ്ങി. സിയോനായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കിയത് ഒരു മണ്ടത്തരമായി പോയി എന്നത് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് പോവാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ ഒരു തിരുത്തുണ്ട്, അടുത്ത യുണ്ണ സെറ്റ് എന്ന് വിചാരിച്ച്. എന്നാൽ ഇതൊരു ഗതികേട് പിടിച്ച ഫാമിലിയും പൗലിനായിരുന്നു എന്നത് ഈ എപ്പിസോഡ് കണ്ടപ്പോൾ മനസ്സിലായി. ഇനി അടുത്ത എപ്പിസോഡ് എന്താകുമെന്ന് അറിയില്ല. ചെന്നിൻ മരിക്കുമെന്നായപ്പോൾ സെൽഫ് ഡിസ്ട്രക്ഷൻ എന്നത് വെച്ച് പൊട്ടിത്തെറിച്ച് മരിക്കാനായിട്ട് നോക്കുന്നു. അവൻ അതിൽ കൂടി വരട്ടെ എന്ന് പറഞ്ഞ് ചെയ്യാനായിട്ട് തുടങ്ങി. ആ ഏരിയ അങ്ങനെ എനിക്ക് ഇല്ലാതാകും. പ്രൊട്ടക്ടർ പോ യുൻഷാൻ്റെ ഡിസ്ട്രോയ് ആക്കിയ വേറൊരു രീതി. നീ ചാവടേ, അതിന് ഞാൻ എന്തിനാ എന്ന പോലെ സിയോൻ്റെ പുറകോട്ട് പോയിട്ട് സ്പേസിലോക്ക് ഉപയോഗിക്കുന്നു. അതുകൊണ്ട് ഷോക്കായി പോയി. ഒരു സീക്രട്ട് ടെക്നിക്കാണെങ്കിൽ ഒരു ഡൗസോങ്ങിൻ്റെ സ്പേസിലോക്ക് അല്ലെങ്കിൽ സ്പേസ് പവർ അവൻ ഉപയോഗിച്ചത് കൊണ്ട് അതിശയിച്ച് നിൽക്കണം. നിന്നെ വെറുതെ വിടില്ല, വിൻഡ് തണ്ടർ നോർത്ത് പൗലിയൻ നിന്നെ തേടി വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഡെഡായത്. അത് ദൂരെ നിന്ന് ഹോങ്തിയനെ കണ്ടു. വിൻഡ് തണ്ടർ പൗലിയിലെ എൽഡർ ഇങ്ങനെ ഡെഡായി. അങ്ങനെയെങ്കിൽ അവരുടെ ആൾക്കാർ നോക്കി നിൽക്കില്ല, വലിയൊരു പണിയാണ് വരുന്നത് എന്നത് മനസ്സിലായി. അപ്പോൾ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ കാണാം. ഓക്കെ, ബൈ.